മിനൂക്ക ഇവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് കൊണ്ട് ഹിയോൺ അവൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഡോജുനെ മാറ്റി നിർത്തി സംസാരിക്കും. പ്രസിഡന്റിനെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അമ്മയുടെ മെസ്സേജ് കണ്ടപ്പോൾ എന്നോട് പിറ്റി തോന്നിയത് കൊണ്ടാണെന്ന് അവൾ പറയുന്നുണ്ടേ. പറയുന്നത് വരെ എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഉറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് മനസ്സിലായി എന്നാണ് അവൻ പറയുന്നത്. തന്നെയല്ല, സഹതാപം തോന്നിയിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കാറില്ല. ഇയാൾ അങ്ങനെയാണോ എന്ന് ചോദിക്കും. അന്നേരം അവൾക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ വർക്ക്ഔട്ട് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകും. വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കിനും പറഞ്ഞത് നന്നായി. കാരണം ഡോജു കമ്പനിയുടെ പ്രസിഡന്റ് ആണ്, ഞാൻ അവിടുത്തെ വെറും ഒരു എംപ്ലോയി ആണ്. എങ്ങനെ നോക്കിയാലും ഈ റിലേഷൻ വർക്ക്ഔട്ട് ആവത്തില്ല എന്ന് അവൾ സ്വയം പറഞ്ഞ് സമാധാനിക്കും. സെക്രട്ടറിക്കോ രാവിലെ ജിമ്മിലേക്ക് വരുമ്പോൾ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന ഡോജുവിനെയാണ് കാണുന്നത്. ഇതെന്താ ആരോ റിജക്ട് ചെയ്ത പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവന്റെ മുഖം മാറും. സെക്രട്ടറിക്കോയ്ക്ക് കാര്യം മനസ്സിലാവും. നമ്മളുടെ ഫീലിങ്സ് ആത്മാർത്ഥമായിട്ട് ഒരാളുടെ അടുത്ത് കൺഫസ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതോർത്ത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് സെക്രട്ടറി ഗോ അവൻ്റെ അടുത്ത് പറയും. പക്ഷെ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോജുണും ഹിയോണും ഒളിച്ചു നിൽക്കും. ഇവരെ കാണിക്കുന്നതെല്ലാം മിനുക്ക് അവിടെ നിന്ന് കാണുന്നുണ്ട്. മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടും ഹിയോൺ ഡോജുനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവള് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും എന്നെ കാണുന്നത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകും. പക്ഷെ അത് തന്നെയാണ് കാര്യം എന്ന് അവന് മനസ്സിലാവും. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചോ? ഡേറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ മിനുക്ക് ഹിയോന്റെ അടുത്ത് ചോദിക്കും. ഞങ്ങൾ ഡേറ്റ് ചെയ്യല്ല എന്ന് അവള് പറയും. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ റിഗ്രറ്റ് ചെയ്തു. ഞാൻ അവിടെ നിൽക്കേണ്ടതായിരുന്നു. എന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണല്ലോ അത്രയും റെക്ലെസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡോജോൺ പറഞ്ഞത്. ഇയാൾക്കത് ഓക്വേർഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇയാളെ സ്റ്റാർട്ടിൽഡ് ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് മിനുക്ക് പറയുന്നുണ്ടേ. ഇയാളെന്തിനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഹിയോൺ അവനോട് പറയും. അവനാണെങ്കിൽ മനസ്സിലുള്ളത് തുറന്നു പറയാനും പറ്റുന്നില്ല. ആദ്യത്തെ പദ്ധതി പൊളിഞ്ഞു. അതുകൊണ്ട് തന്നെ ടെയ്ഹാൻ ലിക്കറിന്റെ ഇമേജ് ടാർണിഷ് ചെയ്യുവാണെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ഇടപെടും. അതിന് വേണ്ടിയിട്ട് ടെയ്ഹാൻ ലിക്കറിന്റെ മോഡലിനെ നമുക്ക് പൈസ കൊടുത്ത് വശത്താക്കാമെന്ന് വൈസ് പ്രസിഡന്റ് പറയും. അത് ജംഗുമിന് ഇഷ്ടപ്പെടത്തില്ല. പിന്നീട് അത് പുറത്തു വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അയാള് നന്നായിട്ട് കുടിക്കുന്ന ആളാണെന്ന് കേട്ടു. അയാൾക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്താൽ മതി. അങ്ങനെയുള്ളവരെപ്പോഴും മിസ്റ്റേക്സ് വരുത്തുമെന്ന് കാൽക്കുലേറ്റീവ് ആയിട്ട് ജംഗും അയാൾക്ക് പറഞ്ഞു കൊടുക്കും. മിനുക്ക സങ്കടത്തിലും ആലോചനയിലും ഒക്കെ നടക്കുന്നത് ടീം ലീഡർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് ചോദിക്കും. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ്. എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫീമെയിൽ ഫ്രണ്ട് ഉണ്ട്. ഫീമെയിൽ ഫ്രണ്ടിന്റെ അടുത്ത് വേറൊരാൾ വന്ന് അവന്റെ മുമ്പിൽ വെച്ചിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൺഫെഷൻ ആ ഫീമെയിൽ ഫ്രണ്ട് റിജക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് എന്റെ ഫ്രണ്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവൻ ചോദിക്കും. അവന്റെ കാര്യമാണ് പറയുന്നതെന്ന് ടീം ലീഡർക്ക് മനസ്സിലാവും. ഇയാളുടെ ഫ്രണ്ടിന് ആ ഫീമെയിൽ ഫ്രണ്ടിനെ ഇഷ്ടമാണ്. അത് പക്ഷെ അയാൾ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഒരുപാട് ആലോചിക്കാതെ ഇയാൾ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ. ഇപ്പോഴും വൈകിട്ടില്ല. സ്റ്റോപ്പിൽ നിന്ന് ബസ് പോയതിനു ശേഷം നമ്മൾ അതിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടീം ലീഡർ പോകും. ഹിയോൺ മുഖം തരുന്നില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്ന് ഡോജുൻ സെക്രട്ടറിക്കോ എടുത്ത് പരാതി പറയും. ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആരാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അതേ ചെയ്യത്തുള്ളൂ. കാരണം കൺഫസ് ചെയ്തേക്കുന്നത് ഒരു കോവർക്കർ അല്ല, കമ്പനിയുടെ പ്രസിഡന്റ് ആണ്. ഒന്നേ കയറി സമ്മതിക്കാൻ ഇത് സിനിമയും ഡ്രാമയും ഒന്നും അല്ല. അതിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കാനായിട്ട് സെക്രട്ടറിക്കോ പറയും. ഡോജുൻ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മളുടെ ഫീലിങ്സിനെ സത്യസന്ധമായിട്ട് സമീപിക്കണം. അത് മാത്രം ഓർത്താൽ മതി എന്നാണ് അയാൾ പറയുന്നത്. ലിഫ്റ്റിലേക്ക് കയറാൻ വരുന്ന ഹിയോൺ ഡോജുനെ കണ്ടിട്ട് മാറിപ്പോകാനായിട്ട് തുടങ്ങും. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ അവൻ പറയും. ഇയാള് എന്തിനാണ് എന്നെ ഒളിച്ചു നടക്കുന്നത്? ഞാൻ എന്റെ ഫീലിങ്സ് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഹൈഡ് ചെയ്തില്ല. അതൊരു തെറ്റാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. എന്റെ ഫീലിങ്സ് ഞാൻ ഡീൽ ചെയ്തോളാം. അതിന്റെ പേരിൽ ഇയാള് എന്നെ ഒളിച്ചു നടക്കാനായിട്ട് പാടില്ല. അതെനിക്ക് വിഷമാവുന്നുണ്ടെന്ന് അവൻ തുറന്നു പറയും. പിറ്റേ ദിവസം ഓഫീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഹിയോൺ ഡോജുനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങും. അവന് നല്ല ഹൈറ്റ് ഉണ്ടെന്നൊക്കെ അവൾ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. ടീം ലീഡർ ബാഗും സെക്രട്ടറി പോയി കൂടി വഴിയിൽ വെച്ച് കണ്ടുമുട്ടും. സെക്രട്ടറിയുടെ കയ്യിൽ ഡ്രിങ്ക്സിന്റെ ഒരു കുപ്പിയുണ്ട്. ടീം ലീഡർ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവർക്ക് കൊടുക്കാനായിട്ട് തുറക്കാനായിട്ട് ഇയാൾ ശ്രമിക്കും. പക്ഷെ എത്ര നോക്കിയിട്ടും അത് തുറന്നു വരുന്നില്ല. കുറച്ചു നേരമൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ടീം ലീഡർ ബാങ്ക് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങും. എന്നിട്ട് ഈസി ആയിട്ട് തുറന്നിട്ട് അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ട് പോകും. സെക്രട്ടറി പോയിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ടെയ്ഹാൻ ലിക്കറിന്റെ മോഡലിനെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിക്കും. ഡ്രങ്ക് ഡ്രൈവിംഗ് കേസായി എന്ന് എല്ലായിടത്തും ന്യൂസ് വരും. ഇവരുടെ കമ്പനിയിലേക്ക് ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും ചാനൽസിൽ നിന്നും എല്ലാം തുരിതുരാ കോൾസ് വന്നുകൊണ്ടേയിരിക്കും. ആകെ പ്രശ്നമാവും. അങ്ങനെ മീറ്റിംഗ് വിളിക്കും. ഇവരുടെ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബാക്കി എല്ലാ കമ്പനീസിന്റെയും സ്റ്റോക്ക് ഒക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട്
താഴേക്ക് പോവുകയാണ്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഡോജൂണിനെ വഴക്ക് പറയും. അന്നേരം ജംഗും അവനൊരു ചാൻസും കൂടി കൊടുക്കണം എന്ന് പറയും. ഡോജൂൺ എമർജൻസി മീറ്റിംഗ് വിളിക്കും. എത്രയും പെട്ടെന്ന് മോഡലിനെ മാറ്റണം. വേറെ എന്റർടൈൻമെന്റ് കമ്പനീസ് ഒന്നും ഈ മോഡലിനെ ഇനി ഏറ്റെടുക്കാനായിട്ട് സാധ്യതയില്ല. അവന്റെ കമ്പനി കൈയൊഴിയാനാണ് സാധ്യത. അങ്ങനെ ഒരാളെ നമ്മൾ ഇനി മോഡലായിട്ട് വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. പക്ഷെ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പാടാണെന്ന് എല്ലാവരും പറയും. 4 ദിവസത്തെ സമയം തരാം. അത്രയും ദിവസത്തിനുള്ളിൽ പുതിയൊരു മോഡലിനെ കണ്ടുപിടിച്ച് ആഡ് ഷൂട്ട് ചെയ്യണമെന്ന് ഡോജൂൺ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കും. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറയും. പക്ഷെ നമുക്ക് സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരുടെ പേരൊക്കെ പറയും. പക്ഷെ ആർക്കും അതങ്ങോട്ട് ശരിയാവുന്നില്ല. ഹിയോൺ ആണെങ്കിൽ അവിടെ എങ്ങും അല്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അവളുടെ മനസ്സിൽ ഫുൾ ഡോജൂണിന്റെ മുഖമാണ്. അവന് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല മുഖമാണ്, നല്ല ബോഡിയാണെന്നെല്ലാം അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സെക്സി ഇമേജ് വേണം എന്നാണ് ടീം ലീഡർ ബാങ് പറയുന്നത്. ഇവളറിയാതെ ഡോജൂണിന്റെ പേര് ഉറക്കെ പറയും. എല്ലാവരും ഇവളെ ഞെട്ടി നോക്കും. അന്നേരമാണ് നമുക്ക് ബോധം വരുന്നത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണത് ആലോചിച്ചത്, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നാണ് ടീം ലീഡർ ബാങ് പറയുന്നത്. പെട്ടെന്ന് തന്നെ സേവോണം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിരിക്കും, നമ്മുടെ പ്രസിഡന്റ് തന്നെ മോഡലായിട്ട് വരുവാണെങ്കിൽ അത് പുതിയൊരു കാര്യമല്ലേ എന്നുള്ള രീതിക്ക് അവളും പറയും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അങ്ങനെ പ്രപ്പോസലൊക്കെ റെഡിയാക്കി സെക്രട്ടറി ഗോ വഴി ഡോജൂണിന്റെ അടുത്ത് എത്തിക്കും. പുതിയൊരു മോഡലിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ പേര് ആരാണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. ഹിയോൺ ആണെന്ന് അവന് മനസ്സിലാവും. ഇത് കൺഫെഷൻ അല്ലേ എന്നുള്ള രീതിക്ക് അവൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവൾ പറയും. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് അവൻ മറുപടിയും പറയും. വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഇയാളുടെ മുഖമാണ്, പ്രസിഡന്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് അവൾ പറയും. അങ്ങനെ അവൻ ചെയ്യാനായിട്ട് റെഡിയാവും. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ കാര്യങ്ങൾ വിചാരിച്ച കൂട്ടം എളുപ്പമല്ല. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഡോജൂൺ എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ല. ഡയറക്ടർക്ക് ദേഷ്യം വരും. അയാള് കുറച്ചു നേരം നമുക്ക് ഡ്രസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടേ. പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിയോൺ അവനെ വിളിച്ചുകൊണ്ട് പോകും. ജെനുവിനായിട്ട് സ്മൈൽ ചെയ്യണം, സാധാരണ പോലെ ചെയ്താൽ മതി. ഇയാള് ചിരി വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കുറെ നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ നാച്ചുറൽ ആയിട്ടാണ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ ആണ് വേണ്ടുന്നതെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കും. തിരിച്ചു വരുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് ഷൂട്ടിംഗ് തീർക്കാനായിട്ട് പറ്റും. ഹിയോണ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് മിറാൻ മിനൂക്കിനെ കൂട്ടി പോകും. അവള് നോക്കുന്നതല്ല കുട്ടികളുടെ ഡ്രസ്സാണ്. പക്ഷെ അത് കാണുമ്പോൾ മിനൂക്കിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, അവനൊട്ടും താല്പര്യം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ എന്ത് സെലക്ട് ചെയ്താലും അത് നന്നായിരിക്കും എന്നാണ് അവൻ പറയുന്നത്. അവന് ഇതില് താല്പര്യമില്ല എന്ന് മിറാൻ മനസ്സിലാവും. അവർ രണ്ടും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ സെക്രട്ടറി ഗോ ഹിയോണും ഡോജൂണും അയച്ചു കൊടുക്കും. രണ്ടുപേരും അവരവരുടെ ഫോണിൽ അത് സേവ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഡോജൂൺ അഭിനയിച്ച അഡ്വർടൈസ്മെന്റ് എല്ലായിടത്തും വരും. ആളുകളെല്ലാം ഇവൻ ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. കമ്പനിയുടെ പ്രസിഡന്റ് തന്നെയാണ് മോഡൽ ആയതെന്ന് അറിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത്ഭുതമാണ്. അവന് ഒരുപാട് ആരാധകരൊക്കെ ആവും. ഇതറിയുമ്പോഴത്തേക്കും ജംഗുമിന് ദേഷ്യമാവും. ആരുടെ ഐഡിയ ആയിരുന്നു ഇതെന്ന് ചോദിക്കും. ഹിയോന്റെ ആണെന്ന് അവർക്ക് മനസ്സിലാവും. ഡോജൂൺ പെട്ടെന്ന് പോപ്പുലർ ആയി. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് വിളിക്കുമ്പോഴത്തേക്കും ഡോജൂണിന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് അവർ പറയും. ഹിയോൺ കഫേയിലേക്ക് പോകുമ്പോൾ ഡോജൂണും അങ്ങോട്ടേക്ക് വരും. ഹിയോൺ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇവനെ ശ്രദ്ധിക്കുകയാണ്. നല്ല ഹാൻസം ആണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് ചെറുതായിട്ട് അസൂയൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് വന്ന് ഈ പോപ്പുലാരിറ്റി ഇയാൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് അവൾ പറയുമ്പോൾ അവൾക്ക് അസൂയാണെന്ന് അവന് മനസ്സിലാവും. അവനത് ഇഷ്ടപ്പെടും. പക്ഷെ അവൾ അത് സമ്മതിക്കുന്നില്ല. ഇവൻ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കാനായിട്ട് സമ്മതിച്ചത് അടുത്ത പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു കണ്ടീഷനിലാണ് അഭിനയിക്കാമെന്ന് പറയുന്നത്. ഹിയോൺ തിരിച്ചു വരുമ്പോൾ ടീംമേറ്റ്സ് എല്ലാം ആരെയോ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പൈസ ഉള്ള ഒരാളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കല്യാണമായി. അവൾ ആഗ്രഹിച്ചതുപോലെ പൈസ ഉള്ള ഒരാളെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ അതെങ്ങനെ സാധിച്ചു എന്നറിയാമോ? ആ പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെയാണ് അത് സാധിച്ചതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഹിയോണിന്റെ മുഖം മാറും. സേവൺ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഓഫീസിൽ എല്ലാവരും അറിയുന്നുണ്ട്. എന്റെ ടീംമേറ്റ്സ് ഒക്കെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക, അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെ മിറാനുമായിട്ടും മിനൂക്കുമായിട്ടാണ് ഹിയോൺ ഷെയർ ചെയ്യുന്നത്. നീ എന്തിനാണ് ഇപ്പോഴേ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? അവരെന്ത് വിചാരിക്കാനാണ്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മിറാൻ അവളെ ആശ്വസിപ്പിക്കും. ഹിയോൺ അന്നേരം പ്രസ് റൂമിലേക്ക് പോകും. അവൾ പോയി കഴിയുമ്പോഴത്തേക്കും അവളുടെ സ്പൂണൊക്കെ എടുത്തിട്ട് മിനുക്ക് തുടച്ചു വെക്കുന്നത് മിറാൻ കാണും. എന്തൊക്കെ ചെയ്താലും ഹിയോൺ ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല. ശരിക്കും ഹിയോണിന്റെ അടുത്ത് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ മിറാൻ ആകെ സങ്കടമാണ്. അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ഹിയോൺ. അതുകൊണ്ട് തന്നെ അസൂയപ്പെടാൻ പോലും പറ്റുന്നില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവർ മൂന്ന് കൂട്ടുള്ള ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളാണ് അവൾ ആലോചിക്കുന്നത്. ഒരു ബർത്ത്ഡേക്ക്
എത്താനായിട്ട് പറ്റത്തില്ല, രണ്ടുപേർക്കും തിരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും കൂടി ഇവർക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത ഫോട്ടോയാണത്. ആ ഫോട്ടോ ഒക്കെ നോക്കി മിറാൻ സങ്കടത്തോടെ ഇരിക്കും. തിരിച്ച് നടന്നു വരുന്നുണ്ട്, ഒരു ബൈക്ക് സ്പീഡിൽ അങ്ങോട്ടേക്ക് വരും. മിനുകിനെ രക്ഷിക്കുന്നത് ഹിയോൺ ആണ്. അവനന്നേരം സ്കൂളിലെ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. അവന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുകയും വാദിക്കുകയെല്ലാം ചെയ്തിരുന്നത് ഹിയോൺ ആണ്. മറ്റൊരു കുട്ടി കാരണം അവന് പണിഷ്മെന്റ് കിട്ടുമ്പോൾ ആ പയ്യനെ കൊണ്ട് സോറി പറയിക്കുകയും അവന് കിട്ടിയ പണിഷ്മെന്റ് ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യിക്കുന്നത് ഹിയോൺ ആണ്. മിനുക്ക് ഹിയോണിനെ വീട്ടിൽ കൊണ്ടുവിടും. ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത്. അവൾ പോയി കഴിയുമ്പോൾ അവന് ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനപ്പുറം എന്തോ ഉണ്ടെന്ന് മിനുക്ക് തിരിച്ചറിയും. ഡോജൂൺ ഓഫീസിലേക്ക് വരുമ്പോൾ ഞങ്ങും അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവും. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തുകൊണ്ടാണ് അഡ്വർടൈസ്മെന്റ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് ഞങ്ങും ചോദിക്കുന്നുണ്ടേ. ആരെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കണമല്ലോ. ഇനിയിപ്പോ മോഡലിനെ കോണ്ടാക്ട് ചെയ്യേണ്ട, വേറെ ഏജൻസീസിനെ കോണ്ടാക്ട് ചെയ്യേണ്ട, ആർക്കും പൈസയും കൊടുക്കണ്ട, കാര്യങ്ങളൊക്കെ സോൾവ് ആയല്ലോ എന്ന് അവൻ ചോദിക്കും. അത് നല്ല കാര്യമാണ്. പക്ഷെ കല്യാണം റഷ് ചെയ്യുന്ന ഒരാൾ റെസ്പോൺസിബിലിറ്റി പറ്റി സംസാരിക്കുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് ജംഗു പറയുമ്പോൾ. കല്യാണം വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ ഒരാളും കൂടി വരുന്നു, അത്രേ ഉള്ളൂ എന്ന് അവൻ പറയും. ജംഗുവിന് എന്തൊക്കെ അറിയാമെന്ന് അവന് മനസ്സിലാവും. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഹിയോൺ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവരുടെ റിയാക്ഷൻ പോട്ടെ, കമ്പനിയിലെ ബാക്കി എംപ്ലോയീസിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ആർക്ക് വേണമെങ്കിലും പ്രഗ്നന്റ് ആവാം, പക്ഷെ ആരുടെ കുട്ടിയാണ് അത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിക്ക് ജംഗും പറയും. നിർത്താനായിട്ട് ഉടനെ ഇവൻ അവളോട് ആവശ്യപ്പെടും. അത് ജംഗുവിന് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഹിയോൺ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. അവൾക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുമ്പോൾ കൈപിടിക്കാൻ ഒരാളുണ്ടല്ലോ. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ ഇനി കാര്യങ്ങൾ നിനക്ക് പറ്റാതെ വരുമ്പോൾ പണ്ടത്തെ പോലെ ആ കൈ വിട്ട് കളയുമോ എന്ന് ചോദിച്ചിട്ടാണ് ജംഗു പോകുന്നത്. അത് കേൾക്കുമ്പോൾ ചേട്ടന്റെ മരണം അവന് ഓർമ്മ വരും. അവന് വല്ലാതൊക്കെ വരും. സെക്രട്ടറി ഗോയ്ക്ക് കാര്യം മനസ്സിലാവും. ജംഗു വരുമ്പോഴെല്ലാം പ്രശ്നങ്ങളാണ്. അക്ഷമനായിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. ജംഗു പോകുന്നുണ്ട് തന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവന് വയ്യാതിരിക്കുകയാണെന്ന് മനസ്സിലാവും. അവൻ അടുത്ത് തന്നെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് പോകാനുണ്ട്. അതുകൊണ്ട് അത് പറ്റുമോ എന്നൊക്കെ സെക്രട്ടറി ഗോ കൺസേണോടുകൂടി ചോദിക്കുമ്പോഴത്തേക്കും പ്രശ്നമില്ല എന്ന് അവൻ പറയും. തായ്ലൻഡിൽ നിന്ന് വന്ന ആളുകളാണ്. കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നേരത്ത് അവന് കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്, ഒന്നും നേരായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ ആൾ ഇവന് കൈ കൊടുക്കാനായിട്ട് പോകും. ഇവനാണെങ്കിൽ കൈ കൊടുക്കുന്ന ട്രോമയാണല്ലോ. പക്ഷെ ഇതെന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരുവിധം കൊടുത്തു എന്ന് വരുത്തിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കളയും. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സെക്രട്ടറി ഗോയാണ്. ഡോജൂൺ നേരെ വന്ന് ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. അകത്ത് കയറി കഴിയുമ്പോൾ അവന് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. ഹെയോൺ അവളുടെ ഫ്ലോറിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ വെപ്രാളത്തോടെ നിൽക്കുന്ന ഡോജൂണിനെയാണ് കാണുന്നത്. എന്താ പറ്റിയതെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കുമ്പോൾ അവന് നല്ല ചൂടൊക്കെ ഉണ്ട്. എന്താ പറ്റിയെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ താങ്ങി നിന്നോളൂ എന്ന് ഹിയോൺ പറയുന്നുണ്ട്. അന്നേരത്തേക്ക് ബോധം പോയി ഡോജൂൺ അവളുടെ തോളിലേക്ക് വീഴും.